Good afternoon. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു അല്ലെ. അതിനകത്ത് നമ്മൾ പറഞ്ഞത് ഏതാണ്? കമ്പോണൻസ് ആണ്. ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസ്. ഒരു ഗുണനിലവാരമുള്ള ഒരു ഹെൽത്ത് സർവീസ്, ആരോഗ്യ സേവനങ്ങളുടെ കമ്പോണൻസ്, ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരു നല്ലൊരു ക്വാളിറ്റി കൊടുക്കുന്ന, ഒരു നല്ലൊരു ഗുണനിലവാരമുള്ള ഒരു ആരോഗ്യ സേവനങ്ങളുടെ ഘടകങ്ങൾ എന്തെല്ലാമാണ്? അതാണ് നമ്മൾ നോക്കിയത്. ക്വാളിറ്റി ഹെൽത്ത് സർവീസ് ഹാസ് മെനി പാർട്സ്. ഒരു നല്ലൊരു ക്വാളിറ്റി ഹെൽത്ത് സർവീസിന് പല ഭാഗങ്ങളുണ്ട്. We should understand these in order to refine quality of care. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കണം അല്ലെ. ആ പരിചരണത്തിന്റെ ആ ഒരു ഗുണനിലവാരം, ക്വാളിറ്റി ഓഫ് കെയർ നമ്മൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെയാണ് ഓരോ കമ്പോണൻസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. These parts are listed in the box below. We shall look briefly of each of the parts. ഓരോ ഭാഗം അതിന്റെ കമ്പോണൻസ് ആണ് ഈ താഴെ തന്നിരിക്കുന്നത്. അപ്പൊ അത് ഓരോന്നും നമുക്ക് എന്താ ബ്രീഫ് ആയിട്ട് തന്നെ അവിടെ പഠിക്കാൻ തന്നിട്ടുണ്ട്. അതിന്റെ ഓരോന്നും ഡീറ്റെയിൽ ആണ് പഠിക്കുന്നത്. ഇത്രയുള്ള ആ ഹെഡിങ്ങിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു നല്ലൊരു ഗുണനിലവാരമുള്ള ആരോഗ്യ സേവനങ്ങളുടെ ഘടകങ്ങൾ. ഓക്കെ, ഇത്രയും കമ്പോണൻസ് ഉണ്ടായിരിക്കും നല്ലൊരു ക്വാളിറ്റി ഹെൽത്ത് സർവീസിന്. ഓക്കെ, അസസ് ഫസ്റ്റ് പറഞ്ഞത് ഏതാ? അസസ്. അസസ് എന്ന് വെച്ചാൽ എന്താ? ഒരു പ്രവേശനം, ഒരു ഹെൽത്ത് സർവീസിലേക്കുള്ള പ്രവേശനം. സെക്കൻഡ് വൺ ടെക്നിക്കൽ കോമ്പിറ്റൻസ്, സാങ്കേതിക കഴിവ്. നെക്സ്റ്റ് ആണ് ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നീതി അല്ലെങ്കിൽ ന്യായം. എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി. എഫിഷ്യൻസി, കാര്യക്ഷമത. കണ്ടിന്യൂറ്റി, അതിന്റെ പിന്തുടർച്ച. സേഫ്റ്റി, സുരക്ഷ. ഇന്റർപേഴ്സണൽ റിലേഷൻസ്, വ്യക്തിബന്ധങ്ങള്. അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെസിലിറ്റികൾ, സൗകര്യങ്ങൾ. അത്രയും കാര്യങ്ങൾ, ഇത്രയും കമ്പോണൻസ് വേണം നല്ലൊരു എന്താ ഗുണനിലവാരം, നല്ലൊരു ക്വാളിറ്റി നൽകുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾക്ക്, ആരോഗ്യ സേവനങ്ങൾക്കുള്ള ഘടകങ്ങൾ. ക്ലിയർ ആയല്ലോ? അതിൽ നമുക്ക് ഫസ്റ്റ് അസസ് ടു ദ സർവീസ്, സർവീസിലേക്കുള്ള ആ പ്രവേശനം, ആ ഒരു സേവനത്തിലേക്കുള്ള അല്ലെങ്കിൽ ഹെൽത്ത് കെയറിലേക്കുള്ള എൻട്രി. നോക്കിയേ, everyone should have an entry to quality health care. എല്ലാവർക്കും നല്ലൊരു ഗുണമേന്മയുള്ള ഒരു ഹെൽത്ത് കെയറിലേക്ക് എല്ലാവർക്കും എന്താ പ്രവേശനം ഉണ്ടായിരിക്കണം. ഇത് എല്ലാവർക്കും വേണ്ടി അത് തുറന്നിടണം. അതായത് എല്ലാ ആളുകൾക്കും ഒരു നല്ലൊരു ക്വാളിറ്റി ഹെൽത്ത് കെയറിലേക്ക് എന്താ പ്രവേശനം ഉണ്ടായിരിക്കണം. Everyone should have an entry to quality health care. അവിടെ നമ്മൾ വേറെ പാർഷ്യാലിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. എല്ലാവർക്കും നല്ലൊരു ഗുണമേന്മയുള്ള ഒരു ഹെൽത്ത് കെയറിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കണം. Okay, entry refers to the ability of the individual to obtain health services. എൻട്രി, പ്രവേശനം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഇൻഡിവിജ്വലിന്റെ എബിലിറ്റി ആണ് എന്തിനുള്ളത്? ടു ഒബ്റ്റെയിൻ ഹെൽത്ത് സർവീസ്, ഒരു ആരോഗ്യ സേവനങ്ങൾ നേടാനുള്ള ഒരു വ്യക്തിയുടെ ഒരു കഴിവിനെയാണ് എൻട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. എൻട്രി റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ഹെൽത്ത് സർവീസ്. ഇതുപോലെ തന്നെ എക്സാമിന് ചോദിക്കാം, ദ എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ഹെൽത്ത് സർവീസ്. ഒരു ഹെൽത്ത് സർവീസ് അതിലേക്കുള്ള എൻട്രി എന്നത് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഹെൽത്ത് സർവീസ് നേടാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു കഴിവാണ്. ആരോഗ്യ സേവനങ്ങൾ നേടാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് എൻട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, some of the factors that can affect the entry. എൻട്രിനെ അഫക്ട് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഹെൽത്ത് കെയറിലേക്കുള്ള ഒരു പ്രവേശനം, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതും എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. Some of the factors that can affect the entry are.
എൻട്രീനെ ഒരു പ്രവേശനത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് ആണ് ഡിസ്റ്റൻസ്, ദൂരം. സെക്കൻഡ് വൺ ഫിനാൻഷ്യൽ, സാമ്പത്തിക സ്ഥിതി, സാമ്പത്തികമായിട്ട്. പിന്നെ അടുത്ത മൂന്നാമത്തേന്ന് കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂസ്, അവരുടെ സംസ്കാരം, ബിലീഫ് വിശ്വാസങ്ങള്, വാല്യൂസ് മൂല്യങ്ങള്, ഇതെല്ലാം എന്തിനെ നമ്മുടെ എൻട്രീനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. ഫസ്റ്റത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അവിടെ ഒരു എക്സാമ്പിൾ തന്നേണ്ട് നോക്കിയേ. വേർ എ ഹെൽത്ത് ഫെസിലിറ്റി ഈസ് സിറ്റുവേറ്റഡ് ഫാർ അവേ or it is difficult to get transport to the facility, access to the quality health care become a problem. Okay, ഇനി നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ദൂരെയാണെങ്കിൽ, ഹെൽത്ത് കെയർ ഫെസിലിറ്റി സിറ്റുവേറ്റഡ് ഫാർ അവേ, ഒത്തിരി ദൂരെയാണെങ്കിൽ, അത് ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിലേക്കുള്ള പ്രവേശനം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. കുറെ ദൂരം പോണ്ടേ. അടുത്തുള്ളതാണെങ്കിൽ ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റി നമ്മുടെ അടുത്താണെങ്കിൽ നമുക്ക് വേഗം അതിലേക്ക് പ്രവേശിക്കാം, അല്ലെ? അപ്പൊ ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്കുള്ള ദൂരമാണ് ഇവിടെ പറയുന്നത്. അത് എങ്ങനെയാണ്? ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഈ സിറ്റുവേറ്റഡ് ഫാർ അവേ, ദൂരത്താണെങ്കിൽ. അല്ലെങ്കിലോ ഓർ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ട്രാൻസ്പോർട്ട് ടു ദ ഫെസിലിറ്റി, ആ ഒരു സൗകര്യത്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ട്, അതിന്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ, അതിലേക്കുള്ള യാത്ര ബുദ്ധിമുട്ടാണെങ്കിൽ, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള യാത്രാ സൗകര്യങ്ങൾ അങ്ങോട്ടേക്ക് ഇല്ലെങ്കിൽ, എന്താ ഉദ്ദേശിക്കുന്ന അവിടെ? ഓർ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ട്രാൻസ്പോർട്ട് ടു ദ ഫെസിലിറ്റി, ആ ഒരു ഫെസിലിറ്റിയിലേക്ക്, ആ ഒരു ഹെൽത്ത് കെയറിലേക്കുള്ള ട്രാൻസ്പോർട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ, ഹെൽത്ത് കെയർ ഫെസിലിറ്റി ദൂരത്താണെങ്കിൽ എന്താണ്? നമുക്ക് ഈ ക്വാളിറ്റി, അസസ് എന്ന് പറയുന്നത്, അസസ് ടു ദ സർവീസ് എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ്, അല്ലെ? നമ്മൾ തൊട്ടടുത്താണെങ്കിൽ വേഗം നമുക്ക് ആ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക്, ഹെൽത്ത് കെയറിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അല്ലെങ്കിൽ നല്ല യാത്രാ സൗകര്യങ്ങൾ പെട്ടെന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാണെങ്കിൽ, അത് അങ്ങോട്ടേക്കുള്ള യാത്ര എളുപ്പമാണെങ്കിൽ നമുക്ക് വേഗം അങ്ങോട്ടേക്ക് പ്രവേശിക്കാം. അപ്പോൾ ദൂരത്താണെങ്കിലും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ആ ഒരു ഹെൽത്ത് കെയറിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് വളരെ ബിക്കം എ പ്രോബ്ലം, ഒരു പ്രശ്നം തന്നെയാണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആയിട്ട്. എക്സാമ്പിൾ നോക്കിയേ. വേർ പീപ്പിൾ കനോട്ട് പേ ഫോർ ദ സർവീസ് റെന്റഡ്, നമുക്ക് അവിടെ കിട്ടുന്ന സർവീസ് അതിന് ആളുകൾക്ക് കറക്റ്റ് പേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അവിടെ നൽകുന്ന സേവനങ്ങൾക്ക് പണം നൽകാൻ കഴിയില്ലെങ്കിൽ എന്താണ്? ആ ഒരു ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്, അല്ലെ? അസസ് ടു ദ എൻട്രി എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അവിടെ ഉള്ള ആളുകൾക്ക് ആ ഒരു അവിടെ നിന്ന് നൽകുന്ന സേവനങ്ങൾക്ക് ആ പണം നൽകാൻ പറ്റിയില്ലെങ്കിൽ, കനോട്ട് പേ ഫോർ ദ സർവീസ് റെന്റഡ്, അവിടെ നിന്ന് കിട്ടുന്ന സർവീസിന് അതിനനുസരിച്ചുള്ള ആ പേയ്മെന്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും, ഒരു ഫിനാൻഷ്യലി നമ്മുടെ ബാക്കിലേക്ക് ആണെങ്കിലും ആ ഒരു ഹെൽത്ത് കെയറിലേക്കുള്ള എൻട്രി പ്രശ്നമാണ്. അടുത്ത് നോക്കിയാൽ കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂസ്, സംസ്കാരം, ബിലീഫ് എന്ന് പറഞ്ഞ വിശ്വാസങ്ങള്, വാല്യൂ മൂല്യങ്ങൾ, അതായത് ഈ അവിടെ നിന്ന് ആ ഹെൽത്ത് സർവീസിൽ നിന്ന് നൽകുന്ന സേവനം, ദ സർവീസ് പ്രൊവൈഡഡ് മേ നോട്ട് ബി ഇൻ കീപ്പിംഗ് വിത്ത് ദ കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂ ഓഫ് സം പീപ്പിൾ. അവിടെ നോക്കിയേ, അവിടെ നിന്ന് ആ ഹെൽത്ത് കെയർ, ക്വാളിറ്റി ഹെൽത്ത് കെയറിൽ നിന്ന് നൽകുന്ന ആ സേവനങ്ങള് അത് ചില ആളുകളുടെ സംസ്കാരത്തിനും അവരുടെ വിശ്വാസത്തിനും മൂല്യത്തിനും അതൊന്നും കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ, അതിനെ യോജിച്ചതല്ലെങ്കിലും എന്താണ്? ആ ഒരു ഹെൽത്ത് കെയറിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അല്ലെ? നമ്മുടെ ഒരു സംസ്കാരത്തിന്, നമ്മുടെ ഒരു വിശ്വാസത്തിന്, നമ്മുടെ ഒരു മൂല്യത്തിന്, ഒരു വാല്യൂ ഇതിലൊന്ന് യോജിച്ചതല്ലെങ്കിൽ, അനുയോജ്യമല്ലെങ്കിലും ആ ഒരു ഹെൽത്ത് കെയറിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം തന്നെയാണ്. ഓക്കെ, അത് മൂന്നുമാണ് അക്സസ് ടു ദ സർവീസ് എന്നുള്ളത് പറയുന്നത്. ഇതിനകത്ത് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് എൻട്രി എന്താണെന്നുള്ള അവിടെ ഡാഷ് ഇട്ട് തന്നെ ചോദിക്കാം. അല്ലെങ്കിൽ ദ എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ഹെൽത്ത് സർവീസ് എന്താ പറയുന്നത്? എൻട്രി എന്ന് പറയാം. ഇനി അടുത്ത രണ്ടാമത്തെ തന്നേക്കുന്ന ഫാക്ടേഴ്സ്, which of the following factors that can affect the entry, എൻട്രീനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഡിസ്റ്റൻസ്, ഫിനാൻഷ്യൽ, കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂസ്. അത് രണ്ടും ക്ലിയർ ആയോ? അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ നിങ്ങള്? ഓക്കെ അല്ലേ?
ഇനി അടുത്തത് ടെക്നിക്കൽ കോമ്പിറ്റൻസ്. ടെക്നിക്കൽ കോമ്പിറ്റൻസ് പറഞ്ഞാൽ സാങ്കേതിക കഴിവ്. സാങ്കേതിക കഴിവ് നമ്മൾ ഏതൊരു പ്രൊഫഷനിൽ നിൽക്കുവാണെങ്കിലും ആ ഒരു ഫീൽഡില് നല്ലൊരു നോളജ് വേണം അല്ലെ, എങ്കിൽ മാത്രമേ അത് എന്താ നല്ലൊരു ക്വാളിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റൂ ഇല്ലേ. നമ്മളിപ്പോ നമുക്കൊന്നും അറിയില്ലാതെ അല്ലെങ്കിൽ നമുക്കത് അങ്ങനെ ആകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ക്വാളിറ്റി മോശമായിരിക്കും അല്ലേ. ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പൊ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഒരു പറഞ്ഞേക്കുന്ന പോയിന്റ് സാങ്കേതിക കഴിവാണ്. ഇവിടെ എക്സാമ്പിളുകൾ തന്നിട്ടുണ്ട്, അപ്പൊ അത് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ, സാങ്കേതിക കഴിവ്. ടെക്നിക്കൽ പ്രൊഫിഷ്യൻസി ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ക്വാളിറ്റി അഷുറൻസ് suggested that we should have a sufficient knowledge and skill to perform our function in order to provide quality service. ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സർവീസ് സേവനം നൽകുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ നല്ല പ്രവർത്തനത്തിന് വേണ്ടി എന്ത് വേണം, നമുക്ക് ആ ഒരു ഫീൽഡില് സഫീഷ്യന്റ് ആയിട്ടുള്ള നോളേജും അതിനുള്ള കഴിവും വേണം. അപ്പൊ ഒരു ഗുണനിലവാരമുള്ള ഒരു സർവീസ് നമുക്ക് കൊടുക്കണമെങ്കിൽ എന്ത് വേണം, നമുക്ക് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നോളേജും സ്കില്ലുകളും വേണം. എക്സാമ്പിൾ, one must go to nursing school and pass the nursing examination before she can work as a nurse. കണ്ടോ, സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ തന്നേക്കുന്നത്. ഇപ്പൊ നമ്മള് ഈ എക്സാമ്പിള് one must go to nursing school. നഴ്സിംഗ് സ്കൂളിൽ പോയി നഴ്സിംഗ് എക്സാമിനേഷൻ പാസ് ആവണം. എന്തിനാ? ബിഫോർ ഷീ ക്യാൻ വർക്ക് ആസ് എ നേഴ്സ്. ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? വെറുതെ പോയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യണം? ആദ്യം നേഴ്സിംഗ് സ്കൂളിൽ പോയി നേഴ്സിംഗ് എക്സാമിനേഷൻ പാസ്സായതിനു ശേഷം മാത്രമേ നമുക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാ അത് പഠിച്ച് അതിന്റെ എക്സാം എഴുതി നല്ല പാസ്സായ ആളുകൾക്ക് മാത്രമാണ് അതിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടാവുള്ളൂ, അതിലുള്ള സ്കില്ലുകൾ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. even though we are no longer in school. ഇനി അടുത്ത് നോക്കിയേ, ഒരു പക്ഷേ നമ്മളിപ്പോ സ്കൂളിൽ ഇല്ലെങ്കിലും അല്ലെങ്കിൽ നമ്മൾ നമുക്കൊരു ഗ്യാപ്പ് വരികയാണെങ്കിലും നോക്കിയേ, we have to continue to refine our knowledge by reading help book and attending in service training workshop. നോക്കിയേ, ഇപ്പൊ നമ്മൾ അവിടെ ഇല്ലെങ്കിലും, ഇപ്പൊ നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോ പഠനത്തിൽ ഇല്ലെങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ നോളേജ് ഒക്കെ എങ്ങനെ നിലനിർത്തണം എന്നാ പറഞ്ഞിരുന്നേ? റീഡിങ് ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചിട്ട്, ഹെൽത്ത് ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചുകൊണ്ടും ഇൻ സർവീസ് ട്രെയിനിങ് വർക്ക്ഷോപ്പുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ടും നമ്മുടെ നോളേജ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളിപ്പോ ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ട് ക്ലാസ്സിൽ ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായി കാണും. ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ വീണ്ടും പഠിത്തത്തിലേക്ക് വന്നപ്പോ ഇപ്പൊ എല്ലാവരും ഓക്കെ ആയി. അപ്പൊ ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുമ്പോ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടില്ല. എന്നാൽ നേരെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് അവർക്ക് ബുദ്ധിമുട്ടില്ല. ചിലപ്പോ ഒരുപാട് നാള് നമ്മൾ ഒന്നും ചെയ്യാതെയൊക്കെ ഇരുന്നിട്ട് പെട്ടെന്ന് കയറുമ്പോ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും. അപ്പൊ അതുപോലെയാണ് ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഇത് ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേക്കണേ? ഇപ്പൊ നമ്മൾ ആ സ്കൂളിൽ ഇല്ലെങ്കിലും നമ്മൾ നമ്മുടെ നോളജ് മെയിൻറ്റെയിൻ ചെയ്യണം. എങ്ങനെയാ? ഹെൽത്ത് ബുക്കുകൾ വായിച്ചും ഇൻ സർവീസ് ട്രെയിനിങ് വർക്ക്ഷോപ്പുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ടും നമ്മൾ നമ്മുടെ അറിവ് എപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ അത് പുതുക്കിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. ഇനിയിപ്പോ നിങ്ങൾ ഇത് കഴിഞ്ഞാലും വെറുതെ വീട്ടിലിരിക്കരുത്, ഇതൊക്കെ വായിച്ചുകൊണ്ടൊക്കെ തന്നെ ഇരിക്കാം. നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്നത് വരെ, ഓക്കെ, ജോലി കിട്ടുന്നത് വരെ ഇതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഇനിയും ഒരുപാട് ഗ്യാപ്പ് ഇടരുത്. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വേഗത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലും കയറാൻ വേക്കൻസികൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. ഹോസ്പിറ്റലിൽ കയറാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ശ്രമിക്കുക കേട്ടോ. നമുക്ക് ഒരുവിധം ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് കുറെ ചാപ്റ്റർ എന്തായാലും കുറെ ഏകദേശം ഒരു ഐഡിയകൾ കിട്ടിക്കാണുമല്ലോ. പല ഡിപ്പാർട്ട്മെന്റിലെ ആളുകള് അവിടെ നടക്കുന്ന കാര്യങ്ങളില് ഹോസ്പിറ്റലിലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലില് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊക്കെ കുറെയൊക്കെ നമ്മൾ ആപ്ലിക്കബിൾ ആണ്. ഇതൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് നമ്മൾ പൊടി തട്ടിയെടുക്കുക. നമ്മൾ ഇതൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് വായിച്ച് ഇനി നമ്മൾ ഇത് അടച്ചു വെക്കരുത്. നമുക്കിപ്പോ തന്നെ ജോലി അല്ലെങ്കിൽ കിട്ടിയില്ല എന്ന് പറയും നമ്മളിത് പൂർണ്ണമായിട്ടും അടച്ചു വെച്ച് കുറെ നാള് വീണ്ടും ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഓർമ്മയായിട്ട് നിൽക്കില്ല.
എന്ത് ചെയ്യണം നമ്മൾ? നമ്മുടെ ആ ഒരു നോളജ് സ്കില്ലുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം ഈ രീതിയിലൂടെയൊക്കെ. ഇനി അതുപോലെ സിൻസ് we are health professional, we should also understand our limit. നമ്മൾ ഹെൽത്ത് പ്രൊഫഷണൽ എന്ന നിലയിൽ നമ്മുടെ ലിമിറ്റുകൾ നമ്മൾ മനസ്സിലാക്കണം. ദാറ്റ് ഈസ് എന്ന് വെച്ചാൽ എന്താ? നോ വാട്ട് വി ക്യാൻ ഡു. ആരാണ്? ബിനോയോ. ഇന്ന് ഞാൻ ഹോസ്പിറ്റലില് ഇന്റർവ്യൂവിന് പോയിരുന്നു. എന്നിട്ട് എന്തായി ബിനോയ്? ഇന്റർവ്യൂവിന് പോയി. ശരി, ക്ലാസ് അങ്ങനെ കഴിയട്ടെ, അത് ഇനി ഞാൻ ചോദിക്കാം. ഓക്കെ, നോക്കിയേ. ഓക്കെ, വെരി ഗുഡ്, നല്ലൊരു കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും വേക്കൻസികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറ്റ് എ ടൈം, ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ കോഴ്സ് തീരാറായല്ലോ, അപ്പത്തേക്ക് നിങ്ങൾക്ക് ജോലിക്ക് കയറാവുന്ന രീതിയിൽ നോക്കാട്ടോ. ഓക്കെ, നോക്കിയേ. അപ്പൊ നമ്മൾ എന്താ ഇവിടെ പറഞ്ഞതാ? അപ്പൊ നമ്മളൊരു ഹെൽത്ത് പ്രൊഫഷണൽ എന്ന നിലയിൽ നമ്മൾ നമ്മുടെ ലിമിറ്റുകൾ മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ എന്താ? നോ വാട്ട് വി ക്യാൻ ഡു ആൻഡ് വി കനോട്ട് ഡു. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മെസ്സേജ് ഇപ്പൊ ഞാൻ നോക്കുന്നില്ല കേട്ടോ ബിനോയ്. നമുക്ക് ഇതൊന്ന് നോക്കിയിട്ട് ഞാൻ ചോദിക്കാം, ഇന്റർവ്യൂവിന് വിശേഷം ചോദിക്കാം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ പത്ത് ക്ലാസ് ആണെങ്കിൽ നമുക്ക് ടൈം കിട്ടുന്നതിന് ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ഒരു ഓക്കെ, വെരി ഗുഡ്. ബിനോയിനെ വിളിക്കാന്ന് പറഞ്ഞു കേട്ടോ. എല്ലാവർക്കും അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. 5 പേരുണ്ടായിരുന്നു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ബിനോയിനെ കോണ്ടാക്ട് ചെയ്യാന്നാ പറഞ്ഞേക്കണേനോ. ഓക്കെ, വെരി ഗുഡ്, നല്ലൊരു കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? നമ്മളൊരു ഹെൽത്ത് പ്രൊഫഷണൽ എന്ന നിലയില് ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ മെസ്സേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു ഹെൽത്ത് പ്രൊഫഷണൽ എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് നമ്മുടെ ഹെൽത്ത് പ്രൊഫഷണൽ എന്ന നിലയിൽ നമ്മുടെ ലിമിറ്റുകൾ മനസ്സിലാക്കണം. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല. ആൻഡ് വാട്ട് വി കനോട്ട് ഡു. With regard to what we cannot do, we expected to refer them to other centers or personnel who are more proficient to tackle them. ഇനി അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താ? ഇപ്പൊ നമ്മളപ്പോ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ലിമിറ്റ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് നമ്മുടെ ലിമിറ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. എന്തൊക്കെ കാര്യം ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇനി അതനുസരിച്ചിട്ട് തന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾ അത് കൂടുതൽ ആൻഡ് റെഫർ ദം ടു അതർ സെന്റേഴ്സ്. അല്ലെങ്കിൽ നമ്മുടെ ലിമിറ്റിൽ നിൽക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ഒരു സെന്റേഴ്സിനെ അല്ലെങ്കിൽ പേഴ്സണൽ ഹു ആർ മോർ പ്രൊഫഷ്യന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെയൊക്കെ റെഫർ ചെയ്യണം. നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്യൂലേ? കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടി ഫെസിലിറ്റി ഒക്കെ കിട്ടുന്ന ഹോസ്പിറ്റലിലേക്കൊക്കെ നമ്മൾ റെഫർ ചെയ്യൂലേ? അതുപോലെ നമ്മുടെ പരിധിയിൽ നിൽക്കുന്നതല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പ്രൊഫഷണൽ ആയിട്ടുള്ളവരിലേക്ക് അത് റെഫർ ചെയ്യണം. ആൻഡ് അവർ പ്രാക്ടീസ് ഷുഡ് ഓൾസോ ബി കൺട്രോൾഡ് ബൈ ലേഡ് ഡൗൺ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗൈഡ്ലൈൻസ്. അപ്പൊ മറ്റ് റെഫർ ചെയ്യുമെന്ന് നമുക്കത് പ്രതീക്ഷിക്കാം. അത് റെഫർ ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മുടെ പ്രാക്ടീസ് പ്രൊഫഷണൽ വ്യവസ്ഥാപരമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് അത് നിയന്ത്രിക്കപ്പെടണം. ഓക്കെ, അവർ പ്രാക്ടീസ് ഷുഡ് ഓൾസോ ബി കൺട്രോൾ. നമ്മുടെ പ്രാക്ടീസ് എങ്ങനെ? ബൈ ലേഡ് ഡൗൺ സ്റ്റാൻഡേർഡ് ആൻഡ് ഗൈഡ്ലൈൻസ്. ഈ മാനദണ്ഡങ്ങൾ, വ്യവസ്ഥാപരമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ, മാനദണ്ഡങ്ങൾ അനുസരിച്ച് നമ്മുടെ പ്രാക്ടീസ് കൺട്രോൾ ചെയ്യണം. എക്സാമ്പിൾ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ഗൈഡ്ലൈൻ. അതൊന്നും വേണ്ട. അതിനകത്ത് നമ്മള് എന്താണ് ആ ടെക്നിക്കൽ പ്രൊഫിഷ്യൻസി എന്താണെന്നുള്ള ഫസ്റ്റ് ലൈൻ ഒന്ന് നോട്ട് ചെയ്യുക. എക്സാമ്പിൾ ഒന്നും ചോദിക്കില്ല കേട്ടോ. ടെക്നിക്കൽ പ്രൊഫിഷ്യൻസി is an indicator of quality assurance, such as that we should have a sufficient knowledge and skill to perform our function in order to provide a quality service. ഇനി അടുത്ത മൂന്നാമത്തെയാണ് ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നീതി അല്ലെങ്കിൽ ന്യായം. Quality service should be provided to all people who are in need of them, be they are poor, പാവപ്പെട്ടവരായാലും, ചിൽഡ്രൻ കുട്ടികളായാലും, അഡൽറ്റ് മുതിർന്നവരായാലും, ഓൾഡ് പീപ്പിൾ വയസ്സായ ആളുകളായാലും, പ്രഗ്നന്റ് വുമൺ ആയാലും, ഡിസേബിൾഡ് ആയിട്ടുള്ളവർ ആരായാലും നമ്മൾ ഒരു നല്ലൊരു ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാവർക്കും എങ്ങനെ വേണം? ഒരു നീതിയോടുകൂടി. അതായത് എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ? ഒരു ഇക്വാളിറ്റി, എല്ലാവർക്കും ഒരേപോലെ ആ ഒരു സർവീസ്
ക്വാളിറ്റിയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യണം. അതാ പറഞ്ഞേക്കണേ. ഇങ്ങനെയുള്ള പാർഷ്യാലിറ്റി കാര്യങ്ങളൊന്നും പാടില്ല. ദരിദ്രരായാലും കുട്ടികളായാലും പിന്നെ മുതിർന്നവര്, വൃദ്ധന്മാര്, പ്രഗ്നന്റ് വുമൺ, ഡിസേബിൾഡ് ആയിട്ടുള്ളവരായാലും എല്ലാ ആൾക്കാർക്കും എങ്ങനെ കൊടുക്കണം? തുല്യ ഗുണനിലവാരമുള്ള സേവനങ്ങൾ ലഭ്യമാക്കണം. നോക്കിയേ, ക്വാളിറ്റി സർവീസ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ഇൻ all part of the country, in villages, town and cities. ഗുണനിലവാരമുള്ള സേവനങ്ങൾ എവിടെ? നമ്മുടെ രാജ്യത്ത് വില്ലേജില്, ടൗണില്, സിറ്റി എല്ലായിടത്തും ലഭ്യമാക്കണം. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇതിന്റെ ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യണം, ലഭ്യമാക്കണം. ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ഇൻ all parts of the country, in villages, town and cities. ഓക്കെ, ഇതാണ് എല്ലാവർക്കും ഒരുപോലെയുള്ള എല്ലാ തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരേ ക്വാളിറ്റിയിലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന. ഇപ്പൊ നമ്മൾ പാവപ്പെട്ടവരാന്ന് പറഞ്ഞ അവർക്ക് നമ്മൾ കൊടുക്കുന്ന സേവനത്തിന്റെ ക്വാളിറ്റി കുറയ്ക്കാൻ പാടില്ല, അല്ലെ? അത് പാവപ്പെട്ടവരാന്ന് പറഞ്ഞ അവനെ മാറ്റി നിർത്താൻ പാടില്ല, ഓൾഡ് ആയിട്ടുള്ളവരെ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യണം. ഇനി നാലാമത്തെയാണ് എഫക്റ്റീവ്നെസ്. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഫലപ്രാപ്തി. എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി. Okay, we are interested in the type of care that generate positive changes in the patient's health or quality of life. അപ്പൊ നമ്മൾ എന്തിൽ ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞേക്കണം. ഇങ്ങനെ ഹെൽത്ത് കെയർ, ക്വാളിറ്റി, നല്ല ഗുണനിലവാരമുള്ള ഹെൽത്ത് സർവീസുകൾ എന്തിൽ ഇൻട്രസ്റ്റ് ആണ്? We are interested in the type of care that generate positive changes in the patient health or quality of life. പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കുന്നത്, അതായത് നല്ല മാറ്റങ്ങൾ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം ഉണ്ടാക്കുന്ന തരത്തിലുള്ള നല്ല ഒരു ലൈഫ് കൊടുക്കുന്ന രീതിയിലുള്ള, പേഷ്യന്റിന് നല്ല ഹെൽത്ത് കൊടുക്കുന്ന രീതിയിലുള്ള സർവീസുകൾ കൊടുക്കാൻ ഞങ്ങൾ ഇൻട്രസ്റ്റ് ആണ്. We therefore provide the treatment that are not to be fruitful. Fruitful എന്ന് വെച്ചാൽ ഫലവത്തായ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് therefore provide the treatment, നമ്മൾ നല്ല രീതിയിൽ ഫലവത്തായിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. എന്താണ് നമ്മൾ അവരുടെ പേഷ്യൻസിന്റെ ഹെൽത്ത് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫിന് ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന രീതിയിലുള്ള നല്ല ഒരു ഫലവത്തായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ സർവീസ് കൊടുക്കാനായിട്ട് ഞങ്ങൾ ഇൻട്രസ്റ്റ് ആണ്. എക്സാമ്പിൾ ഇവിടെ പറഞ്ഞേക്കുന്ന ഗിവിംഗ് എ ചൈൽഡ് വിത്ത് ഡയറി ഉള്ള ഒരു ചൈൽഡ്, അവന് എന്ത് കൊടുക്കും? ഗിവിംഗ് എന്താ? ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട്, ORS. ഡയറി വരുമ്പോൾ നമ്മൾ ORS കലക്കി കൊടുക്കൂലേ? ഓക്കെ, അതൊരു എക്സാമ്പിൾ. എന്താ? അതിന്റെ ഒരു ഫലപ്രാപ്തിയാണ്. അവർക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് കിട്ടുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള സേവനങ്ങൾ നൽകാൻ ഞങ്ങൾ ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, നല്ലൊരു ക്വാളിറ്റി ഹെൽത്ത് സർവീസ്, അത് ഇൻട്രസ്റ്റ് ആണെന്ന്. അതിന്റെ എക്സാമ്പിൾ ഡയറി ആണെങ്കിൽ അങ്ങനെയുള്ള കുട്ടിക്ക് ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് കൊടുക്കാൻ തയ്യാറാണെന്നുള്ളത്. ഓക്കെ, കൊടുക്കുന്നു എന്നുള്ളത് കേട്ടോ. അടുത്താണ് അതിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞത്. എഫിഷ്യൻസി കാര്യക്ഷമത. Efficiency is the provision of high quality care at the least possible cost. Underline ചെയ്തിട്ടേ. Underline ചെയ്തിട്ട് ഫസ്റ്റ് സെന്റൻസ് എഫിഷ്യൻസി എന്ന് പറഞ്ഞേക്കുന്നത് എന്താ? is the provision of high quality care. നല്ല ക്വാളിറ്റിയിലുള്ള സംരക്ഷണം കൊടുക്കുകയാണ്. എങ്ങനെയാ? അറ്റ് ദ ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്. സാധ്യമായ ആ ചെലവ് കുറഞ്ഞ രീതിയിൽ, ചെലവ് കുറഞ്ഞ ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉയർന്ന ഒരു നിലവാരമുള്ള പരിചരണം കുറഞ്ഞ ചെലവിൽ കൊടുക്കുകയാണ്. അതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. കുറഞ്ഞ ചിലവില് ഉയർന്ന ഗുണനിലവാരമുള്ള ഒരു സർവീസ് കൊടുക്കുന്നതാണ് എഫിഷ്യൻസി അല്ലെങ്കിൽ കാര്യക്ഷമത എന്ന് പറയുന്നത്. ആ ഒരു വ്യവസ്ഥയാണ് എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മള് കോസ്റ്റ് കുറവാന്നുള്ളത് കൊണ്ട് കുറച്ച് ക്വാളിറ്റി കൊടുത്താൽ പോരാ. കോസ്റ്റ് കുറവിൽ നല്ല ക്വാളിറ്റിയിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തോ? കുറഞ്ഞ ചെലവില് ഉയർന്ന ഗുണനിലവാരമുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്,
ആണ് എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. We are expected to make the best use of resources and avoid waste of our മിഗർ എന്നാട്ടോ, തുച്ഛമായ എന്നുള്ളത്. MEAGR, മിഗർ, തുച്ഛമായ റിസോഴ്സസ്. അപ്പൊ എന്താ, വി ആർ എക്സ്പെക്ടഡ് ടു മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് റിസോഴ്സസ്. റിസോഴ്സുകൾ, ആ ഒരു ഹെൽത്ത് കെയറിലേക്കുള്ള റിസോഴ്സുകൾ, അതിന്റെ ഉപയോഗം നല്ല രീതിയിൽ ഉപയോഗിക്കണം. ആൻഡ് അവോയ്ഡ് എന്ന് വെച്ചാൽ പ്രിവെന്റ്, തടയുക. ദ വേസ്റ്റ് ഓഫ് അവർ മിഗർ റിസോഴ്സസ്, നമ്മുടെ റിസോഴ്സുകൾ അത് വേസ്റ്റ് ആവുന്നത് അത് തടഞ്ഞ് നല്ല രീതിയിലുള്ള, അല്ലെങ്കിൽ നല്ല റിസോഴ്സുകൾ നല്ല രീതിയിൽ വേസ്റ്റ് ഒന്നും വരാതെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നു. റിസോഴ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തുച്ഛമായിട്ടുള്ള വിഭവങ്ങളുടെ പാഴാക്കലുകൾ ഒഴിവാക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതായത് എന്താ, അവിടെ നമ്മൾ റിസോഴ്സുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക, വേസ്റ്റ് ഒന്നും ആകാത്ത രീതിയിൽ. വി വേസ്റ്റ് റിസോഴ്സ് ബൈ പ്രിസ്ക്രൈബിങ്. ഇനി എങ്ങനെ നമ്മൾ വേസ്റ്റ് ആവുന്നത്, റിസോഴ്സുകൾ വേസ്റ്റ് ആകുന്നത് എങ്ങനെയാ? വി വേസ്റ്റ് റിസോഴ്സസ് ബൈ പ്രിസ്ക്രൈബിങ് അൺവാണ്ടഡ് ഡ്രഗ്. ആവശ്യമില്ലാത്ത മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത്, സ്റ്റോക്കിംഗ് മോർ ഡ്രഗ്സ് ദാൻ ഈസ് നീഡഡ്. നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള മരുന്നുകൾ സ്റ്റോക്ക് ചെയ്തിട്ട്, നമുക്കൊരു ഇത്രയും സ്റ്റോക്ക് മതിയാവുമല്ലോ. അപ്പൊ സ്റ്റോക്കിൽ കൂടുതലുള്ള ഡ്രഗുകള്, ആവശ്യത്തിൽ കൂടുതലുള്ള ഡ്രഗുകള് അവിടെ സ്റ്റോക്ക് ചെയ്തിട്ട്, ആൻഡ് മേക്കിംഗ് ദം എക്സ്പയർ ബൈ ബൈയിങ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് വി ഡു നോട്ട് യൂസ്. പിന്നെ ഇതുപോലെ ഒരുപാട് ആവശ്യത്തിൽ കൂടുതലുള്ള സ്റ്റോക്ക് ചെയ്തിട്ട് അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ. അങ്ങനെയുള്ള സപ്ലൈകളും എക്യുപ്മെന്റ്സുകളും ഒന്നും നമ്മൾ വീണ്ടും അത് ഉപയോഗിക്കുന്നില്ല. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസോഴ്സുകൾ വേസ്റ്റ് ആയി പോകാൻ പറ്റും. അപ്പൊ അത് അങ്ങനെ കളയാതെ റിസോഴ്സുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കണം. സപ്ലൈകളും എക്യുപ്മെന്റ്സുകളൊക്കെ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യണം. വാട്ട് ഹാപ്പൻ വെൻ വി സ്റ്റോക്ക് മോർ ഡ്രഗ്സ് ദാൻ ഈസ് നീഡഡ്. നമ്മൾക്ക് ആവശ്യത്തിന് കൂടുതലുള്ള മരുന്നുകൾ സ്റ്റോക്ക് ചെയ്ത് എന്താ സംഭവിക്കുക, നമുക്ക് വേസ്റ്റേജ് വരും, അത് നഷ്ടം വരും. നമ്മുടെ അതിന്റെ മരുന്നുകൾ വെറുതെ ഇതാവും, അതിന്റെ ക്വാളിറ്റി ഇല്ലാത്ത ഇത് നമുക്ക് പിന്നെ കൊടുക്കാൻ പറ്റില്ല. ഇതെല്ലാം അപ്പൊ ഇങ്ങനെ നല്ല കെയർഫുൾ ആയിട്ട് റിസോഴ്സുകൾ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞ എഫിഷ്യൻസി, കാര്യക്ഷമത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ. എഫിഷ്യൻസി ഈസ് ദ പ്രൊവിഷൻ ഓഫ് ഹൈ ക്വാളിറ്റി കെയർ അറ്റ് ദ ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്. ഇനി അടുത്ത നോക്കിയേ, കണ്ടിന്യൂറ്റി എന്ന് വെച്ചാൽ എന്താ, അതിന്റെ തുടർച്ച. ഇവിടെ അതിന്റെ തുടർച്ച എന്നുള്ളത് അത് വേണം. അത് നമ്മളൊരു നല്ലൊരു ഹെൽത്ത് സർവീസിന്, ക്വാളിറ്റി ഹെൽത്ത് കെയറിന് വേണ്ട ഒരു കമ്പോണന്റ് ആണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. കണ്ടിന്യൂറ്റി ഇംപ്ലൈസ് ദാറ്റ് ദ ക്ലയന്റ് റിസീവ്സ് ദ ഫുൾ റേഞ്ച് ഓഫ് ഹെൽത്ത് സർവീസ് he or she needed, and that when the case is beyond us, we refer him or her to the right level for further care. ഇനി നോക്കിയേ, നമുക്ക് എന്താണ്, നമുക്ക് കിട്ടുന്ന ആ സർവീസുകൾ, നമ്മള് ആ പേഷ്യന്റിന് കിട്ടുന്ന ആ ഒരു സർവീസ് സ്വീകരിക്കുന്ന ആ ഒരു സേവനം അല്ലെങ്കിൽ ഹെൽത്ത് സർവീസ് നമുക്ക് അതിന്റെ അപ്പുറത്താണെങ്കിൽ, നമ്മുടെ കൈപ്പിടി ബിയോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, അപ്പുറമാണെങ്കിൽ നമുക്ക് ആ പേഷ്യന്റിന് കൊടുക്കുന്ന ഒരു സർവീസുകൾ, അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. നമ്മൾ വേറെ ഹോസ്പിറ്റലിലേക്കൊക്കെ റെഫർ ചെയ്യൂലേ, അതാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. ഈ നമ്മുടെ ഫുൾ റേഞ്ചില് മുഴുവൻ നമുക്ക് ഹെൽത്ത് സർവീസ് അതിന്റെ കേസ് നമ്മൾ മാക്സിമം നമ്മൾ കൊടുത്തു, അത് നമ്മുടെ പരിധിക്കും അപ്പുറത്താണെങ്കിൽ കൂടുതൽ പരിചരണത്തിന് വേണ്ടിയിട്ട്, ഫർദർ കെയറിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വേറെ റെഫർ ചെയ്യും അല്ലെ. Continuity may be attained by the patient seeing the same primary healthcare worker or by keeping exact health records so that the another staff can have the sufficient information to follow up the patient. ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മുടെ ഒരു പരിധിക്ക് നിൽക്കുന്നതല്ല, അതിനപ്പുറത്താണെങ്കിൽ നമ്മൾ നല്ല ലെവൽ
കിട്ടുന്ന ലെവൽ ഓഫ് കെയർ കിട്ടുന്ന ഒരു ഹോസ്പിറ്റലിലേക്കൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഫിസിഷ്യനോ അല്ലെങ്കിൽ അങ്ങനെ അവരിലേക്കൊക്കെ റെഫർ ചെയ്യും. അപ്പൊ അവിടെ എന്ത് വേണമെന്നാ പറഞ്ഞേക്കുന്നേ, ആദ്യം ആ ഡോക്ടർ നോക്കിയ അതേ ഒരു പ്രൈമറി ഹെൽത്ത് കെയർ അത് അവിടെ കിട്ടണം. അപ്പൊ ഇതിനു മുന്നുള്ള ഡോക്ടർ എന്താണ് കൊടുത്തത്, എന്തൊക്കെയാണ് പ്രിസ്ക്രൈബ് ചെയ്തത്, എന്താണ് ഈ രോഗി കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള ഇതൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഒരു എക്സാക്ട് റെക്കോർഡ് അതൊക്കെ സംബന്ധിച്ച ഒരു സമ്മറി എന്ന് പറയും. അപ്പൊ അതൊക്കെ കീപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അപ്പൊ വേറെ റെഫർ ചെയ്യുന്ന വേറെ സ്റ്റാഫ് ഉണ്ടല്ലോ, അവർക്ക് ആ പേഷ്യന്റിനെ ഫോളോ ചെയ്യാനുള്ള ഒരു സഫിഷ്യന്റ് ഇൻഫർമേഷൻ അതിലൂടെ അവൈലബിൾ ആകും, അതിലൂടെ അവർക്ക് ലഭിക്കും. അതാണ് കണ്ടിന്യൂറ്റി. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്കൊക്കെ കുറച്ച് നമ്മൾ ഹയർ കെയറിന് വേണ്ടിയിട്ടൊക്കെ പോകുമ്പോൾ ഡിസ്ചാർജ് സമ്മറി ഒക്കെ തന്നു വിടൂലേ. അതിനകത്ത് ഉണ്ടാവും ഇതുവരെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളാണ് എടുത്തേക്കുന്നത്, എന്തൊക്കെയാണ് രോഗങ്ങള്, അതിന്റെ സ്കാനുകളുടെ അത് അങ്ങനെയുള്ളതൊക്കെ അടങ്ങുന്നതാണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങളെ അടുത്ത ആള് നോക്കുന്ന ആൾക്ക് നിങ്ങളുടെ ആ ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അപ്പൊ ഇത്രയും നാള് നിങ്ങളുടെ ഹിസ്റ്ററി അറിയണം അല്ലെ. അതിന്റെ ഒരു തുടർച്ച നമുക്ക് ഇങ്ങനെയുള്ള റെക്കോർഡുകൾ എക്സാക്ട് റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ കണ്ടിന്യൂറ്റി ആ ഒരു തുടർച്ച നമുക്ക് നിലനിർത്താൻ പറ്റും. ഇതെന്തിനാ, രോഗിയെ ഫോളോ ചെയ്യുന്ന ആൾക്ക് ആവശ്യമായ വിവരങ്ങൾ അത് മറ്റൊരു ആൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? മനസ്സിലാക്കി വെക്കാട്ടോ എന്താണ് ഇപ്പൊ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പൊ നമ്മള് ഇപ്പൊ വേറൊരു ലെവൽ കെയറിന് വേണ്ടിയിട്ട് ഹൈ ലെവൽ ഓഫ് കെയറിന് വേണ്ടിയിട്ട് വേറെ ഒരു ഇതിലേക്ക് നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മുടെ അത് കേസ് നമ്മുടെ പരിധിക്ക് അപ്പുറത്താണെങ്കിൽ നമുക്കത് ഫർദർ ലെവൽ കെയറിന് കൊടുക്കുമ്പോൾ അതിനെ ആ പേഷ്യന്റിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ അത്രയും നാള് അവർ ഉപയോഗിച്ച മരുന്നുകള്, ട്രീറ്റ്മെന്റ് സംബന്ധിച്ച കാര്യങ്ങൾ ഇതൊക്കെ അടങ്ങിയ ഹെൽത്ത് റെക്കോർഡ് അത് സൂക്ഷിക്കുന്നതിലൂടെ നമുക്ക് നെക്സ്റ്റ് ആ പേഷ്യന്റിനെ നോക്കുന്നവർക്ക് ഒരു ഫോളോ അപ്പ് കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി അടുത്തത് സേഫ്റ്റി എന്ന് പറയുന്നത്. സേഫ്റ്റി അറിയാലോ, സുരക്ഷ എന്ന് പറയുന്നത്. സേഫ്റ്റി ഇംപ്ലൈസ് ദാറ്റ് when providing health services we reduce to the barest minimum injuries, infection, harmful and after effects and other dangerous to client and to staff. എന്താ സേഫ്റ്റി എന്ന് പറയുന്നത്? Providing safety implies that when providing health services we reduce to the barest minimum injury കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ഇൻഫെക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആൻഡ് ഹാംഫുൾ ആയിട്ടുള്ള ആഫ്റ്റർ ഇഫക്ട്സുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, മറ്റുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ അതിനെയൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് ക്ലയന്റുകൾക്കോ അല്ലെങ്കിൽ സ്റ്റാഫുകൾക്കോ ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹെൽത്ത് സർവീസ് ആണ് സേഫ്റ്റി എന്ന് പറയുന്നത്. എന്താ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ സുരക്ഷ അല്ലെ. അപ്പൊ ഇങ്ങനെ ഇൻഫെക്ഷൻ വരാതെ അവർക്ക് മറ്റുള്ള ഇഞ്ചുറി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ഡേഞ്ചറസ് പൊസിഷൻ അല്ലെങ്കിൽ അവർക്ക് ആഫ്റ്റർ ഇഫക്ട്സുകള്, ഹാർംഫുൾ ആയിട്ടുള്ള ആഫ്റ്റർ ഇഫക്ട്സുകളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളതൊക്കെ എന്നിവയ്ക്കൊക്കെ കുറയ്ക്കുന്നതിന് ഗുണനിലവാരമുള്ള പരിചരണം നൽകുന്നതാണ് സേഫ്റ്റി എന്നത് പറയുന്നത്. When providing quality care, we should not put the patient life at risk. എന്താണ് നമ്മൾ പറഞ്ഞേക്കുന്നത്? അപ്പൊ രോഗിയുടെ ആ ഒരു ലൈഫ് അപകടത്തിലാകരുത്. നല്ലൊരു ഗുണനിലവാരമുള്ള പരിചരണം നൽകുമ്പോൾ നമുക്ക് ആ പേഷ്യന്റ് ലൈഫ് അപകടത്തിലാവരുത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയേ, എക്സാമ്പിൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. We should not give insecure blood to patient and thereby infect them with HIV or AIDS. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞേക്കുന്ന we should not give insecure blood. സെക്യൂർ അല്ലാത്ത, നമ്മൾ പറഞ്ഞില്ല ക്രോസ് മാച്ച് ഒക്കെ ചെയ്ത് നോക്കി നമ്മൾ ഓരോരുത്തർക്കും യോജിച്ച ബ്ലഡുകള്, വേറെ എല്ലാ ഇൻഫെക്ഷൻ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ടെസ്റ്റിങ്ങില് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ബ്ലഡ് ടെസ്റ്റിൽ നടത്തും. അപ്പൊ ഇങ്ങനെ ഇൻഫെക്ഷൻ ഇല്ലാത്ത ഇൻസെക്യൂർ ആയിട്ടുള്ള ബ്ലഡ് we should not give, കൊടുക്കാൻ പാടില്ല അല്ലെ.
അത് ആൻഡ് ദെയർബൈ ഇൻഫെക്റ്റം. അപ്പൊ അങ്ങനെ നമുക്ക് ഇൻസെക്യൂർ ആയിട്ടുള്ള ബ്ലഡ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ HIV എയ്ഡ്സുകള് എയ്ഡ്സ് HIV പോലുള്ള ആ രോഗങ്ങള് നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ സുരക്ഷയോട് കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എക്സാമ്പിൾ എന്താ പറഞ്ഞേക്കുന്നത്? വി ഷുഡ് നോട്ട് ഗീവ് ഇൻസെക്യൂർ ബ്ലഡ് ടു പേഷ്യന്റ്. പേഷ്യന്റിന് ഇൻസെക്യൂർ ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. അനുയോജ്യമായതല്ലാത്ത യോജിച്ച ബ്ലഡ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അനുയോജ്യമായിട്ടുള്ള ബ്ലഡ്, ഇൻസെക്യൂർ ആയിട്ടുള്ള ബ്ലഡ് കൊടുക്കരുത്. ഓക്കെ, അത് എന്തുകൊണ്ടാ? അത് അങ്ങനെയുള്ളതൊക്കെ ചെയ്ത ബ്ലഡിൽ കൂടെ പകരുന്ന രോഗങ്ങള് HIV പോലുള്ള ഇതൊക്കെ പേഷ്യൻസിന് വ്യാപിക്കാം. ഇതൊക്കെ എന്താണ്, അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല. അതാണ് സേഫ്റ്റി, സുരക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അതൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അപകടങ്ങൾ കുറയ്ക്കാൻ, ഇഞ്ചുറി കുറയ്ക്കാൻ, ഇൻഫെക്ഷൻ കുറയ്ക്കാനായിട്ട് ഇങ്ങനെയുള്ളതിനൊക്കെ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് സർവീസ്, അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഹെൽത്ത് സർവീസ് ആണ് സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് വരുന്നത് ഇന്റർപേഴ്സണൽ റിലേഷൻ ആണ്. എന്ന് വെച്ചാൽ വ്യക്തി ബന്ധങ്ങൾ, നല്ലൊരു റിലേഷൻഷിപ്പ് വേണം. It refers to the relationship between us and our client and communities, between health manager and their staff. നമ്മളും നമ്മുടെ ക്ലയന്റുകളും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഒരു അതുപോലെ ആരോഗ്യ ഹെൽത്ത് മാനേജേഴ്സ് സ്റ്റാഫുകളും തമ്മിലുള്ള നല്ലൊരു വ്യക്തി ബന്ധങ്ങൾ ഉണ്ടായിരിക്കണം. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. We should show the respect to our client. നമ്മുടെ ക്ലയന്റ് അല്ലെങ്കിൽ പേഷ്യന്റിനോട് റെസ്പെക്ട് കാണിക്കണം. Feel for our patient and not be rude. റൂഡ് എന്ന് വെച്ചാൽ പരുഷമായിട്ട് പെരുമാറാൻ പാടില്ല. or shout at them. അവരോട് ഒച്ച വയ്ക്കാൻ പാടില്ല. അവരോടൊക്കെ എന്താണ്, നല്ലൊരു റെസ്പെക്റ്റോട് കൂടി നല്ലൊരു ബന്ധം നിലനിർത്തണം. and not reveal information we get from the patient to the other people. ലാസ്റ്റ് എന്താ പറഞ്ഞേക്കണേ? നമ്മൾ പങ്കുവയ്ക്കാൻ പാടില്ല എന്ന്. പേഷ്യൻസ് നമ്മളെ വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഡീറ്റെയിൽസുകൾ മറ്റുള്ളവരോടൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഷെയർ ചെയ്യാൻ പാടില്ല. അതൊക്കെ നമ്മൾ എന്താ പറയാ, അത് സെക്യൂർ ആയിട്ട് തന്നെ നമ്മൾ വെക്കണം. നമ്മളും അവരും തമ്മിലുള്ള ഒരു നല്ലൊരു ബന്ധം അവിടെ വേണം. Not to reveal information we get from patient to the other people. Patients നമ്മൾ വിശ്വസിച്ച് പേഷ്യൻസ് തരുന്ന വിവരങ്ങള് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനൊന്നും പാടില്ല. ഇതാണ് ഇന്റർപേഴ്സണൽ റിലേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് കുറച്ചും കൂടി ഉണ്ട്. There will be give rise to good relation and trust must be client and communities and us. ഇതെന്താ നമ്മള് there will be gives rise to good relation, നല്ലൊരു റിലേഷൻ നിലനിർത്തും. ആൻഡ് ട്രസ്റ്റ് വിശ്വാസം, നമ്മൾ ക്ലയന്റും ക്ലയന്റ് ഓർ കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള ഒരു വിശ്വാസം എന്ത് ചെയ്യുന്നു, അത് കൂടും. നല്ലൊരു റിലേഷൻഷിപ്പ് അതിലേക്ക് ആ വീട്ടിൽ നല്ലൊരു വിശ്വാസത്തിലേക്ക് നയിക്കും. നമ്മൾ അങ്ങനെ ഒരു ഇത് കീപ്പ് ചെയ്യുമ്പോഴൊക്കെ നമ്മളിലുള്ള വിശ്വാസവും നമ്മൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആഴമൊക്കെ കൂടും. Client regard good interpersonal relationship as an important feature of the quality health services. അതായത് പരിചരണത്തിന്റെ ഗുണനിലവാരത്തിന്റെ ഒരു പ്രധാന സവിശേഷതകളായിട്ട് നല്ല വ്യക്തിബന്ധങ്ങളെ കാണുന്നു. Client regard good interpersonal relationship as an important feature of quality of care. Quality of care, പരിചരണത്തിന്റെ നല്ലൊരു ഗുണനിലവാരം എന്നുള്ളതിന് ഈ ഒരു നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പ്, വ്യക്തിബന്ധം ഉണ്ടാക്കുക. നമ്മുടെ ക്ലയന്റ് ഓർ പേഷ്യന്റ്, കമ്മ്യൂണിറ്റിയും പിന്നെ ഹെൽത്ത് മാനേജറും സ്റ്റാഫുകളൊക്കെ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. നമ്മള് ക്ലയന്റിനോട്
വി ഷുഡ് ഷോ ദ റെസ്പെക്ട് ടു അവർ ക്ലയന്റ്. നമ്മുടെ ക്ലയൻസിനോട് പേഷ്യൻസിനോട് ഒരു ബഹുമാനത്തോടു കൂടി പെരുമാറണം. പിന്നെ അതുപോലെ തന്നെ അവരോട് പരുക്കമായി പെരുമാറരുത്, അവരോട് ഷൗട്ട് ചെയ്യരുത്. പിന്നെ അവര് നമ്മളെ വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമായിട്ട് അതൊന്നും ഡിസ്കസ് ചെയ്യരുത്. അപ്പോ അത് എന്തിലേക്ക് നയിക്കും? നല്ലൊരു റിലേഷൻ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് അത് വഴിതെളിക്കും. നമ്മളിൽ ഒരു നല്ലൊരു വിശ്വാസം ഉണ്ടാവും. അപ്പൊ ഈ ഒരു നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് കെയറിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചറാണ്, പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റത്തെയാണ് അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. എന്താണ്? ഫെസിലിറ്റീസ്, സൗകര്യങ്ങളാണ്. അമ്യൂണിറ്റീസ്, ഫെസിലിറ്റീസ്. These are the features that can be given by our health facility to make life smooth and pleasant for client. പേഷ്യന്റിന്റെ ലൈഫ് സ്മൂത്ത് ആക്കാനും അവർക്ക് നല്ല സന്തോഷം കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഫെസിലിറ്റിനെയാണ് നമ്മൾ അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. These are the features that can be given by our health facility to make their life smooth and pleasant of client. പേഷ്യൻസിന്റെ ലൈഫ് സ്മൂത്ത് ആക്കാനും അവരെ സന്തോഷപ്രദമാക്കാനും വേണ്ടി കൊടുക്കുന്ന ഫെസിലിറ്റീസ്. They contribute to client containment and make the client ready to use our services. ഇതെന്താണ്? ഇത് നമ്മുടെ ഒരു സർവീസ്, കണ്ടെയ്ൻമെന്റ് എന്ന് വെച്ചാൽ സംതൃപ്തി, കണ്ടെയ്ൻമെന്റ്, സംതൃപ്തി. അപ്പൊ നമുക്ക് ഇത് എന്താണ്? അപ്പൊ നല്ല ഫെസിലിറ്റി കൊടുക്കുമ്പോൾ പേഷ്യൻസിന് ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി എത്തിച്ചേരും. അപ്പൊ അവര് എന്താണ്? റെഡി ടു നമ്മുടെ ഒരു സർവീസ്, സേവനം അല്ലെങ്കിൽ നമ്മളിലേക്ക് ആ ഒരു സർവീസ് കിട്ടുന്ന രീതിയിലുള്ള സർവീസിൽ വീണ്ടും നമുക്ക് ആ ഒരു നല്ല ഫെസിലിറ്റി ഉൾപ്പെടുത്തിയിട്ടല്ലേ നമുക്ക് പോകാനൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെ? നമ്മുടെ ഒരു ആ ക്ലയന്റിന്റെ ഒരു സംതൃപ്തി, പേഷ്യന്റ് സംതൃപ്തിക്ക് ഒരു സംഭാവന ചെയ്യുകയും അതുപോലെ ആ ഒരു ഫെസിലിറ്റി ഒക്കെ ഉപയോഗിക്കാനായിട്ട് ക്ലയന്റിനെ എന്താണ് അത് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സേവനങ്ങൾ ഉപയോഗിക്കാൻ ക്ലയന്റിനെ തയ്യാറാക്കുകയും ചെയ്യുന്നു ഈ അമ്യൂണിറ്റി സൗകര്യങ്ങൾ. ഇവിടെ എക്സാമ്പിൾ കൊടുത്തേക്കണം നോക്കി, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഫോർ എക്സാമ്പിൾ, കംഫർട്ടബിൾ സീറ്റ്സ്, പേഷ്യൻസിന് ഇരിക്കാനായിട്ട് അനുയോജ്യമായിട്ടുള്ള സീറ്റുകൾ, കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകൾ, ടെലിവിഷൻ സെറ്റുകൾ. പിന്നെ കുറെ നേരമൊക്കെ നമ്മള് ഈ OP-യിലൊക്കെ വന്നിരിക്കുമ്പോ ഒക്കെ കുറെ നേരം വെയിറ്റ് ചെയ്യുന്നെങ്കിലൊക്കെ എല്ലായിടത്തും ടെലിവിഷൻ ഒക്കെ വെച്ചിട്ടുണ്ടാവും. നമുക്ക് അത്രയും സമയമൊക്കെ പോയി കിട്ടാൻ നമ്മൾ ബോറടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അതൊരു മുഷിച്ചിലാവും നമുക്ക്, അല്ലെ? അപ്പൊ അങ്ങനെ ടെലിവിഷൻ സെറ്റുകള്, മ്യൂസിക്, എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ്, ദെൻ എഡ്യൂക്കേറ്റീവ് വീഡിയോ ഫിലിം, നമുക്ക് എഡ്യൂക്കേഷൻ നൽകുന്ന തരത്തിലുള്ള വീഡിയോ ഫിലിംസുകൾ, ഇതെല്ലാം എവിടെ വെക്കണം? OPD ആൻഡ് വാർഡ്. OPD, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, വാർഡുകളിൽ ഇതെല്ലാം ഈ സൗകര്യങ്ങളൊക്കെ ലഭ്യമാക്കണം. ഓക്കെ. അപ്പൊ എന്താണ്? അങ്ങനെ നല്ല ഫെസിലിറ്റി ഒക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ആ സർവീസ് ഉപയോഗിക്കാൻ ക്ലയന്റിന് താല്പര്യം ഉണ്ടാകും, അവര് സാറ്റിസ്ഫൈഡ് ആകും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ പേഷ്യൻസിന്റെ ലൈഫ് സ്മൂത്ത് ആക്കാനും അവരെ പ്ലസന്റ് ആക്കാനും വേണ്ടി കൊടുക്കുന്ന ആ ഫെസിലിറ്റി, ഹെൽത്ത് ഫെസിലിറ്റീസ് ആണ് അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത്, സൗകര്യങ്ങൾ. അതെന്ത് ചെയ്യുന്നു? ദേ കോൺട്രിബ്യൂട്ട് ടു ക്ലയന്റ് കണ്ടെയ്ൻമെന്റ് എന്ന് വെച്ചാൽ ഒരു സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ, അതിനുള്ള സംഭാവന നൽകുന്നു. അത് പേഷ്യൻസിനെ അത് സംതൃപ്തിപ്പെടുത്തുന്നു. അപ്പൊ നമ്മുടെ സർവീസുകള് വീണ്ടും അവര് സ്വീകരിക്കാനായിട്ട് പേഷ്യൻസ് തയ്യാറാവുന്നു, അവരെ തയ്യാറാക്കുന്നു, അവര് സംതൃപ്തിയിലേക്ക് നയിക്കുന്നു. എക്സാമ്പിൾ, പേഷ്യൻസിനൊക്കെ ഇരിക്കാൻ പാകത്തിനുള്ള കംഫർട്ടബിൾ സീറ്റുകൾ, ടെലിവിഷൻ സെറ്റുകൾ, മ്യൂസിക്, എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ, എഡ്യൂക്കേറ്റീവ് വീഡിയോ ഫിലിംസ് എക്സെട്ര അറ്റ് ദ OPD ആൻഡ് വാർഡ്. OPD-യിലും വാർഡുകളിലും ഒക്കെ എന്ത് ചെയ്യണം? കൊടുക്കണം. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കമ്പോണൻസ് ആണ്. നമ്മൾ എത്ര 9 കമ്പോണൻസ് പറഞ്ഞു. അതിൽ ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് വായിച്ച് എന്താണ് അതിനകത്ത് പറഞ്ഞേക്കണ ഐഡിയ എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ, പേടിക്കാണ്. പിന്നെ ഓരോന്നും ഇത് തന്നു കഴിഞ്ഞാൽ അത് ഏതിൽ വരുന്നതാണെന്നുള്ളതും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത്രയും അതിനകത്ത് ആ ഒരു സെക്ഷനിൽ അത്രയും വന്നോളൂ. ഇതെല്ലാം നല്ലൊരു ഹെൽത്ത് സർവീസ്, ക്വാളിറ്റി ഹെൽത്ത് സർവീസിന് വേണ്ട ഘടകങ്ങളാണ് കേട്ടോ.
ഇത്രയും കാര്യങ്ങളൊക്കെ അവര് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റി, വീക്ഷണങ്ങൾ. പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ വീക്ഷണങ്ങൾ, ക്വാളിറ്റിയുടെ വീക്ഷണങ്ങൾ. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് ഹെൽത്ത് സ്റ്റാഫ്, ഹെൽത്ത് മാനേജർ, ക്ലയന്റ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ആർ ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ദ സർവീസ് ഡെലിവറി. അപ്പൊ ഹെൽത്ത് സ്റ്റാഫുകള്, ഹെൽത്ത് മാനേജർ, പേഷ്യൻസുകൾ ഉണ്ട്, കമ്മ്യൂണിറ്റി, ഇവരെല്ലാം നല്ലൊരു സേവന വിതരണത്തില് പങ്കാളികളാണ്. Each of this group may offer different things from the health service. ഇതിൽ ഓരോ ഗ്രൂപ്പും, പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ്, ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ, ഹെൽത്ത് കെയർ മാനേജർ, ഇവരെല്ലാവരും നല്ല ഒരു ഗുണനിലവാരമുള്ള ഒരു പരിചരണം നൽകുന്നതിന് അവര് ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ ഇവരുടെ എല്ലാം പങ്ക് ഇതാണ്, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇവരുടെ പങ്ക്, അതാണ് പറഞ്ഞേക്കുന്നത്. ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ എന്ത് ചെയ്യാൻ പറ്റും, ഹെൽത്ത് കെയർ മാനേജറിന് എന്ത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും, പേഷ്യന്റ് ആൻഡ് ക്ലയന്റിന് എങ്ങനെ നമുക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അവർക്ക് ഉള്ള ക്വാളിറ്റി എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അതാ പറഞ്ഞേക്കുന്നത്. ഇവിടെ എന്താ അതിന്റെ ഹെഡിങ് ഉദ്ദേശിക്കുന്നത്, പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇവരുടെ പങ്ക്. ഓക്കെ, ദ പേഷ്യന്റ് ഓർ ക്ലയന്റ്, patient or client. Research done in different parts of the country reveals that our patients or clients require services that are delivered one time by friendly and respectful staff are safe, generate positive result. ഇത്രയും നമുക്ക് കുറച്ചായിട്ട് അതിന്റെ മീനിങ് ഒന്ന് നോക്കാം. നമ്മുടെ ഈ പല രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള റിസർച്ചില് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, റിസർച്ച് വെളിപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാല് നമ്മുടെ രോഗികൾക്ക് ഇങ്ങനെയുള്ള സർവീസ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഹരി ഉടമ എന്ന് അങ്ങനെ ഒരു മീനിങ് ഉണ്ട് കേട്ടോ, അതില് പങ്കാളികളാണെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഹെൽത്ത് സ്റ്റാഫും ഹെൽത്ത് മാനേജറും ക്ലയന്റ് കമ്മ്യൂണിറ്റി ഇവരെല്ലാം ഈ നല്ലൊരു സർവീസ് ഡെലിവറിയിൽ പങ്കാളികളാണ് എന്നുള്ളതാണ് ഇവിടെ ഒരു മീൻ ചെയ്യുന്നത്. ഇത് ഓഹരി ഉടമ എന്നുള്ള ഒരു മീനിങ് അതിനകത്ത് വരുന്നുണ്ട്. സർവീസ് ഡെലിവറിയിൽ പങ്കാളികളാണ്. അപ്പൊ നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇവർക്കെല്ലാവർക്കും റോൾ ഉണ്ട്. മനസ്സിലായോ? നമ്മൾ ഒരു നല്ലൊരു ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഇവർക്കൊക്കെ ഓരോ പങ്കുണ്ട്. ഓക്കെ, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇവർക്കുള്ള പങ്ക് അതാ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇതെല്ലാം സേവന വിതരണത്തിൽ പങ്കാളികളാണല്ലോ. ഓക്കെ, ഇതിനകത്ത് വന്നേക്ക് നോക്കിയേ, ഈ റിസർച്ചുകളുടെ കണ്ടെത്തലുകളില് ഇവിടെ പറഞ്ഞേക്കുന്ന രാജ്യത്തിന്റെ പല ഭാഗത്തും നമ്മൾ നടത്തിയ റിസർച്ചുകളിൽ നിന്നും നമ്മുടെ പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയൻസിന് ഈ സർവീസുകൾ ആവശ്യമാണ്. അത് നോക്കിയേ, are delivered one time by friendly and respectful staff. ഒരു നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളത്, ഒരു ബഹുമാനത്തോടു കൂടിയുള്ള ഒരു നല്ലൊരു സർവീസുകളെ ഡെലിവറി ചെയ്യാനായിട്ട്. ആൻഡ് ദേ സേവ് ജനറേറ്റ് പോസിറ്റീവ് റിസൾട്ട്. ഒരു നല്ല സുരക്ഷിതമായിട്ടുള്ള ഒരു നല്ലൊരു പോസിറ്റീവ് അവർക്ക് കിട്ടുന്ന സർവീസിൽ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടുന്ന രീതിയിൽ. ആൻഡ് ദേ ക്യാൻ അഫോർഡ്, അവർക്ക് താങ്ങാവുന്ന രീതിയിൽ, അവർക്ക് താങ്ങുന്നതായിരിക്കണം, അതിന്റെ കോസ്റ്റ് അവരെ കൊണ്ട് വഹിക്കാൻ പറ്റുന്നതായിരിക്കണം. ആൻഡ് പ്രൊവൈഡ് them with sufficient information about their condition and treatment. അവർക്ക് എന്ത് വേണം? സഫിഷ്യന്റ് ആയിട്ടുള്ള അവർക്കുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്, അവർക്കുടെ ട്രീറ്റ്മെന്റുമായിട്ടുള്ള അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ ഒരു നല്ലൊരു സർവീസിൽ നിന്ന് നമുക്ക് അവർക്ക് ലഭിക്കണം. ഒരു ഹെൽത്ത് സർവീസിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ പേഷ്യൻസിന് വേണം എന്നുള്ളതാണ് റിസർച്ച് അല്ല കണ്ടെത്തിയിട്ടുള്ളത്. സഫിഷ്യന്റ് ഇൻഫർമേഷൻ അബൌട്ട് ദെയർ കണ്ടീഷൻ ആൻഡ് ദെയർ ട്രീറ്റ്മെന്റ്. അവരുടെ കണ്ടീഷൻ, അവരുടെ ട്രീറ്റ്മെന്റ് സംബന്ധിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. പ്രൊവൈഡ് them with all the drug they require. അവർക്ക് ആവശ്യത്തിനായിട്ടുള്ള ഡ്രഗുകള് ആവശ്യാനുസരണം അല്ലെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഡ്രഗുകൾ പ്രൊവൈഡ് ചെയ്യുക, മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുക. ഗീവ് പ്രൈവസി, അവർക്ക് പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റിന് പ്രൈവസി നൽകുക. within their reach and given in a language
they are understand. പിന്നെ അതുപോലെ ഒരു കാര്യം കൂടിയുണ്ട്, അത് നമുക്ക് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്ത് ചെയ്യുക, അവർക്കുടെ രോഗങ്ങളെ കുറിച്ചാണെങ്കിലും എല്ലാവരും മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അവരുടെ പരിധിയിൽ, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജിലും ഇത് നമ്മള് സർവീസ് കൊടുക്കുക. ഈ രീതിയിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരു നല്ല ക്വാളിറ്റി അല്ലേ പറയുന്നത്. അപ്പൊ പേഷ്യൻസിനോടൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടും നല്ല ബഹുമാനത്തോടു കൂടിയും ഒക്കെ എല്ലാം ഇത് സ്റ്റാഫുകള് ഇതൊക്കെ ഡെലിവറി ചെയ്യുക. സേഫ് ജനറേറ്റ് പോസിറ്റീവ് റിസൾട്ട്, ഒരു സേഫ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് പ്രഷർ റിസൾട്ട് കിട്ടുന്ന രീതിയിൽ, അവർക്ക് താങ്ങാവുന്ന രീതിയിൽ അവരുടെ കണ്ടീഷനെ കുറിച്ച്, ട്രീറ്റ്മെന്റിനെ കുറിച്ച് സഫീഷ്യന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതിയിൽ, അവർക്ക് ആവശ്യത്തിനുള്ള മരുന്നുകൾ കൊടുക്കുന്നത്, അവർക്ക് പ്രൈവസി കൊടുക്കുക, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുക. ഇങ്ങനെ എല്ലാ രീതിയിലും എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കിട്ടിയോ? ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ദ ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ. ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡറിന് ഏതൊക്കെ രീതിയിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? The health staff provider, health provider can provide quality care. ഒരു ഗുണനിലവാരമുള്ള പരിചരണം ഹെൽത്ത് പ്രൊവൈഡറിന് കൊടുക്കാൻ പറ്റും. ഹെൽത്ത് പ്രൊവൈഡർ can provide quality care. ഒരു നല്ലൊരു ഗുണനിലവാരമുള്ള പരിചരണം ഈ ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡറിന് കൊടുക്കാൻ പറ്റും. He or she has the sufficient knowledge and skills, adequate resource staff, drug, supplies, equipment and transport, etc. Safe and clean workplace, opportunity to frequently improve himself or herself, is well paid and reward for a good work. അപ്പൊ ഈ രീതിയിലൂടെയൊക്കെ ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡറിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡറിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാണ്? അവർക്ക് നോക്കിയേ, നല്ലൊരു സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു അറിവിലൂടെ, സ്കില്ല്, ആഡിക്വേറ്റ് റിസോഴ്സ്, നല്ല സ്റ്റാഫ്, ഡ്രഗ്സ്, മരുന്നുകള്, സപ്ലൈകള്, എക്യുപ്മെന്റ്സ്, ട്രാൻസ്പോർട്ട് എക്സെട്ര, ഇതിലൂടെയൊക്കെ അവർക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ആൻഡ് സേഫ് ആൻഡ് ക്ലീൻ വർക്ക്പ്ലേസ്, സുരക്ഷിതമായിട്ടുള്ള വൃത്തിയുള്ള ഒരു വർക്ക്പ്ലേസ്, ആ ഒരു അന്തരീക്ഷത്തിലൂടെ, വർക്ക്പ്ലേസിലൂടെ, ഓപ്പർച്യൂണിറ്റി ടു ഫ്രീക്വന്റ്ലി ഇംപ്രൂവ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്, എന്താണ്, അവർക്ക് സ്വയം ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നതിലൂടെ, അല്ലെ? ഇപ്പൊ ഒരു എന്തെങ്കിലും മോശമാണ്, നമ്മൾ അതിനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ സ്വയം ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കൊടുക്കണം. സ്വയം മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരം നൽകുന്നതിലൂടെ is well paid and reward for. അതുപോലെ നല്ല വർക്ക് ചെയ്യുമ്പോഴോ അതിൽ കൊടുക്കുന്ന റിവാർഡിലൂടെ നല്ല, അപ്പൊ അവർ ആ റിവാർഡ് കൊടുക്കുമ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, അവർ ആ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും, അല്ലെ? നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഈ രീതിയിൽ എല്ലാം നമുക്ക് ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡറിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കിട്ടിയോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. പിന്നെ അത് ആർക്കൊക്കെ നമുക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ പങ്കുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കോളൂ അതിന്ന്. വേറെ അതിന്റെ ഉള്ളിൽ നിന്നൊന്നും നമുക്ക് ഫില്ലിന്റെ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ഒന്നും അവിടെ കാണുന്നില്ല. ഓക്കെ, അതിനകത്ത് പേഷ്യന്റ് ആർക്കൊക്കെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ പങ്കുണ്ടെന്ന് വെച്ച് നമുക്ക് അറിയാം. പേഷ്യന്റ്, ക്ലൈന്റ്, ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡറിന്, ഹെൽത്ത് കെയർ മാനേജറിന്, ഇവർക്കൊക്കെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ പങ്കുണ്ടെന്നുള്ളത്. അപ്പൊ ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡറിന് എങ്ങനെയാ നമ്മൾ പറഞ്ഞത്, റിസോർട്ട് സ്റ്റാഫിലൂടെ, നല്ല അഡിക്വേറ്റ് സ്റ്റാഫുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ, മരുന്നുകൾ കൊടുക്കുന്നതിലൂടെ, സപ്ലൈകൾ, എക്യുപ്മെന്റ്സ്, ട്രാൻസ്പോർട്ട്, ഇതെല്ലാം നല്ല രീതിയിൽ കൊടുക്കുന്നതിലൂടെ ആ ഹോസ്പിറ്റലിന്റെ നമ്മള് ഒരു ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ക്ലീൻ, സേഫ് വർക്ക് പ്ലേസിലൂടെ കൊടുക്കുന്നതിലൂടെ, പിന്നെ അവർക്ക് സ്വയം മെച്ചപ്പെടാനുള്ള ഒരു അവസരം നൽകുന്നതിലൂടെ, പിന്നെ നല്ല വർക്കിന് റിവാർഡ് കൊടുക്കുന്നതിലൂടെയൊക്കെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്ത മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ദ ഹെൽത്ത് കെയർ മാനേജർ. ഹെൽത്ത് കെയർ മാനേജറിന് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? ദ ഹെൽത്ത് കെയർ മാനേജർ കൺസിഡേഴ്സ് quality care as managing efficiently the resource of the health facility
health staff attaining set targets, health staff being frequently supported and supervised, having ample and competent staff, മതിയായിട്ടുള്ള എന്നുള്ളതാണ് competent, മതിയാവോളം കഴിവുള്ള staff to provide care, staff being disciplined, providing necessary resource for work. Okay, health care മാനേജറിന് ഗുണമേന്മയുള്ള ഒരു പരിചരണം നൽകാൻ പറ്റും. അത് ഏതിക്കാം ഫസ്റ്റത്തെ പറഞ്ഞേക്കുന്നത് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ വിഭവങ്ങൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിലൂടെ ഉണ്ടോ മാനേജിങ് എഫിഷ്യൻസി റിസോഴ്സ് ഓഫ് ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ റിസോഴ്സുകള് വിഭവങ്ങള് എഫിഷ്യന്റ് ആയിട്ട് കാര്യക്ഷമമായിട്ട് മാനേജ് ചെയ്യുന്നത് കൈകാര്യം ചെയ്യുന്നതിലൂടെ. പിന്നെ അടുത്ത നോക്കിയേ, ഹെൽത്ത് സ്റ്റാഫിന്റെ നിശ്ചിത ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതോടെ ഹെൽത്ത് സ്റ്റാഫ് അറ്റൈനിങ് സെറ്റ് ടാർഗറ്റ്. ഹെൽത്ത് സ്റ്റാഫ് നിശ്ചിത ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലൂടെ ഹെൽത്ത് സ്റ്റാഫിനെ ഇടയ്ക്കിടയ്ക്ക് പിന്തുണയ്ക്കുന്നതിലൂടെ ഹെൽത്ത് സ്റ്റാഫ് ബീയിങ് ഫ്രീക്വന്റ്ലി സപ്പോർട്ടഡ് ആൻഡ് സൂപ്പർവൈസ്. അവരെ ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ സൂപ്പർവൈസ് ചെയ്യുന്നതിലൂടെ. പിന്നെ ഹാവിങ് ആംബിൾ ആൻഡ് കോമ്പിറ്റന്റ് മതിയാവുമോളമുള്ള അല്ലെങ്കിൽ കഴിവുള്ള സ്റ്റാഫുകളെ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ. ദെൻ സ്റ്റാഫ് ബീയിങ് ഡിസിപ്ലിൻഡ്, അവർക്ക് അവരെ ഒരു ഡിസിപ്ലിൻ ഒരു അച്ചടക്കത്തോടെ നിലനിർത്തുന്നതില്. പിന്നെ അതുപോലെ പ്രൊവൈഡിങ് നെസസറി റിസോഴ്സ് ഫോർ ദ വർക്ക്, ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയും എല്ലാം ഹെൽത്ത് കെയർ മാനേജറിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ അലോട്ട് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതൊക്കെ ഹെൽത്ത് കെയർ മാനേജറിന്റെ ഇതിൽ വരുന്നതാണ്. ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങള് നമ്മൾ പറഞ്ഞല്ലോ, ഹെൽത്ത് സ്റ്റാഫിനെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ സൂപ്പർവൈസ് ചെയ്യുന്നതിലൂടെ, പിന്നെ അതുപോലെ മതിയാവോളമുള്ള കഴിവുള്ള സ്റ്റാഫുകളെ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ, സ്റ്റാഫിനെ അച്ചടക്കത്തോടെ നിലനിർത്തുന്നതിലൂടെ, വർക്കിന് ജോലിക്ക് വേണ്ട ആവശ്യത്തിനുള്ള റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയും എല്ലാം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് ആർക്കൊക്കെ എന്നുള്ളതിന് ആ മൂന്നെണ്ണത്തിൽ നിന്ന് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ആർക്കൊക്കെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പങ്കുണ്ട് എന്നുള്ളത് കേട്ടോ. ദ ഫോളോയിങ് ആർ അതിനകത്ത് among the following അല്ലെങ്കിൽ just the following are rule for maintaining quality എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ആർക്കൊക്കെ പങ്കുണ്ട് അല്ലെങ്കിൽ ആരെല്ലാം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ചോദിച്ചാലും നമ്മൾ ആ ഒരു ഇത് നോക്കാം. പേഷ്യന്റ് ക്ലയന്റിന്റെ റോൾ ഉണ്ട്, ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡറിനുണ്ട്, ഹെൽത്ത് കെയർ മാനേജറിനുണ്ട്. അതിൽ നിന്നൊന്നും അങ്ങനെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ഇല്ല, വായിച്ചറിയാം. ഓക്കെ, ഇനി അടുത്തൊരു ചെറിയൊരു കാര്യം കൂടി ഉണ്ട്, അക്രഡിറ്റേഷൻ. ജസ്റ്റ് പറയുന്നേ ഉള്ളൂ, അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അംഗീകാരം നൽകുക എന്നുള്ളത്. എന്താണ്, ഇങ്ങനെ നല്ല ക്വാളിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോസ്പിറ്റലിന് ഇങ്ങനെ ഒരു ഒരു അംഗീകാരം നൽകുന്നതിനാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അക്രഡിറ്റേഷൻ മലയാളത്തില് അംഗീകാരം നൽകുക എന്ന് ചില ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നമുക്ക് 21 ഹോസ്പിറ്റലില് JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസ് ആണ്. പിന്നെ അതുപോലെ നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ അപ്പോളോ ഹോസ്പിറ്റൽ, ആസ്റ്റർ മെഡിസിറ്റി, ഇതൊക്കെ എക്സാമ്പിൾ ആണ് അക്രഡിറ്റേഷൻ നൽകുന്നത്. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അവര് ഓരോ ഇതും വളരെ സൂക്ഷ്മമായിട്ടും ഓരോ ഇതുണ്ട്, റോളുകളുണ്ട്. ആ ഇതിനെ വെച്ചിട്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കൊടുക്കുന്ന ഒരു അംഗീകാരം, അതാണ് അക്രഡിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ എന്താ അക്രഡിറ്റ് നൽകുക എന്ന് പറഞ്ഞാൽ എന്താ, അതിന് ക്വാളിറ്റി നല്ലതാണ് എന്നുള്ളതിന് ഒരു അംഗീകാരം നൽകുന്ന പ്രവൃത്തിയാണ് അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ആൻ എൻറ്റിറ്റി, സ്ഥാപനം, separate and distinct from the healthcare organization, normally non-governmental. ഒരു അംഗീകാരം നൽകുന്ന ഒരു സ്ഥാപനം, ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതും, ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നിന്ന് ഡിസ്റ്റിങ്ക്ട് വേറിട്ട് നിൽക്കുന്നതും വ്യത്യസ്തമായ ഒരു സ്ഥാപനമാണ്. അതിന് അത് അംഗീകാരം നൽകുന്ന ഒരു പ്രവൃത്തി, അതാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. നോർമലി നോൺ ഗവൺമെന്റൽ.
അതിനകത്ത് രണ്ട് മൂന്ന് പോയിന്റ് തന്നിട്ടുണ്ട്. അസസ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ടു ഡിസൈഡ് ഇഫ് ഇറ്റ് മീറ്റ് എ സെറ്റ് ഓഫ് നീഡ്സ് പ്ലാൻഡ് ടു ഇംപ്രൂവ് ദ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ. പരിചരണത്തിന്റെ ആ സുരക്ഷയും ക്വാളിറ്റിയും മെച്ചപ്പെടുത്തുന്നതിനായി ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആവശ്യങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കാൻ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ വിലയിരുത്തുന്നു. അസസ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആ ഒരു സ്ഥാപനത്തിനെ വിലയിരുത്തുകയാണ്. എന്താണ്? ടു ഡിസൈഡ് ഇഫ് മീറ്റ് എ സെറ്റ് ഓഫ് നീഡ്സ്. നീഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്, അവരെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ടോ, നടപ്പിലാക്കുന്നുണ്ടോ. പ്ലാൻ ടു ഇംപ്രൂവ് ദ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ. ഇത് എന്തിനു വേണ്ടിയിട്ടാ ഈ അംഗീകാരം നൽകുന്നത്, അക്രഡിറ്റേഷൻ നൽകുന്നത്? അത് ആ ഹോസ്പിറ്റലില് അത് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാന്, അല്ലെങ്കിൽ ആ പേഷ്യന്റ് സേഫ്റ്റി ഉറപ്പാക്കാൻ, നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പേഷ്യന്റ് നല്ല സേഫ്റ്റിയാണ്, നമ്മൾ പിന്നെ വേറെ പേടിക്കേണ്ട, എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് അല്ലെ? അപ്പൊ അവർക്ക് പേഷ്യന്റ് ഇംപ്രൂവ് ദ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ, ക്വാളിറ്റി കെയർ പരിചരണത്തിന്റെ ആ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും പേഷ്യൻസിന്റെ ആ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന്റെ ഒക്കെ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമാണ് അക്രഡിറ്റേഷൻ എന്നത് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പരിചരണത്തിന്റെ സുരക്ഷയും ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആവശ്യങ്ങൾ പാലിക്കുന്നുണ്ടോ? അവര് കുറെ ഇക്വേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതെല്ലാം കറക്റ്റ് ആണ്, എല്ലാം കറക്റ്റ് രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. ഒരു കൂട്ടം ആവശ്യങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കാൻ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ വിലയിരുത്തുന്നു. അക്രഡിറ്റേഷൻ ഈസ് യൂഷ്വലി വോളണ്ടറി. എങ്ങനെയാണത്? അത് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു സ്വമേധയാ ഉള്ള കാര്യമാണ്. Voluntary. It has gained worldwide attention as an effective quality assessment and management tool. ഫലപ്രദമായിട്ടുള്ള ഒരു ഗുണനിലവാരം വിലയിരുത്തുന്നതിനും ഒരു മാനേജ്മെന്റ് ടൂളും എന്ന നിലയിൽ ഇത് ലോകമെമ്പാടും ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇത്രയും നിങ്ങൾ ഓർത്ത് വെക്കുക. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലുകൾക്ക് ഒരു അക്രഡിറ്റേഷൻ നൽകുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്വാളിറ്റിക്ക് കൊടുക്കുന്ന, അവര് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കൊടുക്കുന്ന ഒരു അംഗീകാരം, അത് അംഗീകാരം നൽകുന്നതാണ് അക്രഡിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എന്തിനാണ്? പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അല്ലെ, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു അംഗീകാരം, അതാണ് അക്രഡിറ്റേഷൻ. ഓക്കെ, ബെനിഫിറ്റ്സ് ആൻഡ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ട്രീസ് മാമല്ലേ നിങ്ങൾ ജോയിൻ ചെയ്യൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക, അതിനകത്ത് ഏതൊക്കെ കമ്പോണൻസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അത് വായിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ പഠിച്ചു വെക്കുക. അതിൽ നിന്നൊന്നും അധികം ക്വസ്റ്റ്യൻസ് ആദ്യത്തെ സെക്ഷനിൽ നിന്നൊന്നും അങ്ങനെ അധികം ചോദിക്കാറില്ല. അപ്പൊ അതിനകത്ത് ഇമ്പോർട്ടന്റ് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടതൊക്കെ ഒന്ന് വായിച്ചു പോവുക. ഓക്കെ, ബൈ.